ഓക്കെ, ഇത് നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2388, 4350, 8151 ഡിവൈഡ് ചെയ്യുമ്പോൾ, ഏതോ ഒരു സർട്ടൺ 3 ഡിജിറ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? ഓരോ കേസിലും സെയിം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സെയിം റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു, 2388, 4309 സെയിം റിമൈൻഡർ വരുന്ന കേസിൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കും. സെയിം റിമൈൻഡർ വരുന്ന കേസിൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇവിടെ 1921, ഇവിടെയാണെങ്കിൽ ഡിഫറൻസ് എടുക്കാൻ നേരത്ത് 4, 2, 38, 42. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ HCF എടുക്കും. അതായിരിക്കും ഈ 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടുന്ന ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ HCF കാണുമ്പോൾ തന്നെ അറിയാം 1921 ആണ്. 1921 HCF. ഓക്കെ, ആക്ച്വലി അവിടെ എന്താ സംഭവിക്കണമെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കോമൺ ആയിട്ട് വരുന്ന റിമൈൻഡർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ എന്ത് ചെയ്യും? സെയിം ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 1921 ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതൊരു 3 ഡിജിറ്റ് നമ്പറിന്റെ ഫാക്ടറിലോട്ട് മാറ്റണം. ഓക്കെ, നമുക്ക് 1921 17 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 113 എന്ന് പറഞ്ഞ് കിട്ടും. ആക്ച്വലി ഈ 113 ആയിരിക്കും ഈ പറയുന്ന 3 ഡിജിറ്റ് നമ്പർ. സപ്പോസ് പ്രത്യേകിച്ച് 3 ഡിജിറ്റ് നമ്പർ എന്നോ 4 ഡിജിറ്റ് നമ്പർ എന്നൊന്നും പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1921 തന്നെ എടുക്കണം. അല്ല എങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പറിലോട്ട് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്പർ 113. ഇനി ഈ 113 വെച്ച് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം ഡിവൈഡ് ചെയ്യുന്ന 2388 കൊണ്ടാണ്. നമുക്ക് 2 പ്രാവശ്യം പോകും. 2 പ്രാവശ്യം പോയി കഴിയുമ്പോൾ 226 പോയിട്ട് 8, 2, 128 വരും. 128 ആണെങ്കിൽ ഒരു പ്രാവശ്യം പോകും 113. ഓക്കെ, 113 ആണെങ്കിൽ നിങ്ങളുടെ റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതും നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ടൈപ്പിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.